നോർത്തേൺ റെയിൽവേ സോണിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എഞ്ചിൻ പരിപാലന കേന്ദ്രമാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഗാസിയാബാദ് GZB. നോർത്തേൺ റെയിൽവേയിലെ 2 ഇലക്ട്രിക് ലോക്കോ ഷെഡുകളിൽ ഒന്നാണിത്. മറ്റൊന്ന് ലുധിയാനയിലാണ് LDH. റെയിൽവേ ലൈനുകളുടെ വൈദ്യുതീകരണം വ്യാപകമായതോടെ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളുടെ പരിപാലനത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി 1976കളിലാണ് ഈ ഷെഡ് സ്ഥാപിച്ചത്. ഗാസിയാബാദിൽ 1960കളുടെ അവസാനം വരെ ആവി എഞ്ചിനുകൾക്കുള്ള ഷെഡുകൾ നിലനിന്നിരുന്നു. 1990ഓടെ എല്ലാ ആവി എഞ്ചിൻ സർവീസുകളും അവസാനിപ്പിക്കാൻ നോർത്തേൺ റെയിൽവേ ലക്ഷ്യമിട്ടതോടെ വൈദ്യുത എഞ്ചിനുകൾക്ക് പ്രാധാന്യം നൽകി. വർദ്ധിച്ചുവരുന്ന റെയിൽ ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഡൽഹിയിൽ നിന്ന് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള ബ്രോഡ് ഗേജ് ലൈനുകൾ പൂർത്തിയാക്കിയപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഒരു പുതിയ ഇലക്ട്രിക് ലോക്കോ ഷെഡിനായി ഗാസിയാബാദിനെ തിരഞ്ഞെടുത്തു. തുടക്കത്തിൽ വാം 4 ലോക്കോമോട്ടീവുകളാണ് ഇവിടെയുണ്ടായിരുന്നത്. പിന്നീട് വേഗ് 5 ലോക്കോകൾ എത്തിയെങ്കിലും അവ ലുധിയാനയിലേക്ക് മാറ്റി. രാജധാനി എക്സ്പ്രസുകൾ ഓടിക്കാൻ വേണ്ടി അരാക്കോണം, മുഗൾസരായ് ഷെഡുകളിൽ നിന്നുള്ള വാപ്പ് 1 ലോക്കോമോട്ടീവുകളെയും ഇവിടേക്ക് മാറ്റുകയുണ്ടായി. ABBയിൽ ABB നിന്നുള്ള പുതിയ വാപ്പ് 5 ലോക്കോകൾ ഇന്ത്യയിലെത്തിയ ഉടൻ തന്നെ നേരിട്ട് ഗാസിയാബാദിന് അനുവദിച്ചു. കൂടാതെ 2000കളിൽ പുതിയ വാപ്പ് 7 ലോക്കോകളും ഷെഡിന്റെ ഭാഗമായി. നോർത്തേൺ റെയിൽവേയിലെ 3 ഇലക്ട്രിക് എഞ്ചിൻ ഷെഡുകളിൽ ഒന്നായതിനാൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളുടെ പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ എല്ലാ അറ്റകുറ്റപ്പണികളും ഇവിടെ വെച്ചാണ് നടത്തുന്നത്. 200 ലോക്കോമോട്ടീവുകളുടെ അംഗീകൃത ശേഷിയുള്ള ഈ ഷെഡ് നിലവിൽ 225 ലോക്കോകൾക്കായി വികസിപ്പിച്ചു വരികയാണ്. 2025 നവംബർ മാസത്തെ കണക്കനുസരിച്ച് ഇവിടെ ആകെ 317 ഇലക്ട്രിക് ലോക്കോകളാണുള്ളത്. ഇതിൽ 131 വാപ്പ് 5, 155 വാപ്പ് 7, 30 വാഗ് 9, 1 വാഗ് 5 എന്നിവ ഉൾപ്പെടുന്നു. നിലവിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ വാപ്പ് 5 ലോക്കോമോട്ടീവുകൾ ഉള്ളത് ഗാസിയാബാദ് ഇലക്ട്രിക് ലോക്കോ ഷെഡിലാണ്. പല ദീർഘദൂര ഇലക്ട്രിക് ട്രെയിനുകൾക്കും GZB ലോക്കോകളാണ് ഉപയോഗിക്കുന്നത്. ഗാസിയാബാദ് ഷെഡിൽ പതിവായ അറ്റകുറ്റപ്പണികൾ, ഓവർഹോൾ, പെയിന്റിംഗ്, വാഷിംഗ് തുടങ്ങിയവയെല്ലാം നടത്തുന്നു. GZBയിൽ നിലവിലുള്ള ലോക്കോമോട്ടീവുകൾക്ക് പുറമെ മറ്റ് ഷെഡുകളിൽ നിന്നുള്ളവയുടെയും അറ്റകുറ്റപ്പണികൾ ഇവിടെ ചെയ്യും. ലോക്കോ റിപ്പയറിനായി 4 പിറ്റ് ലൈനുകൾ ഇവിടെയുണ്ട്. നോർത്തേൺ റെയിൽവേയിൽ വ്യാപകമായ വൈദ്യുതീകരണം ആരംഭിച്ചപ്പോൾ ഡൽഹിയിലൂടെ ഓടുന്ന എല്ലാ ട്രെയിനുകൾക്കും ഗാസിയാബാദിൽ നിന്നുള്ള ലോക്കോമോട്ടീവുകളായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഹൗറ രാജധാനി എക്സ്പ്രസ്, മുംബൈ രാജധാനി എക്സ്പ്രസ് തുടങ്ങിയ പ്രധാനപ്പെട്ട ട്രെയിനുകൾക്കു വേണ്ടി GZB ലോക്കോകൾ ലിങ്ക് ചെയ്യാറുണ്ടായിരുന്നു.